ഇനി സുഹൃതങ്ങളുടെ സുഗന്ധക്കൂട്ടുകൾ കൊണ്ട് ഒരുക്കത്തിന്റെ ദിവസങ്ങളാ. എന്തിനാ? ഉണ്ണീശോയുടെ പിറവി തിരുനാൾ ഒരുങ്ങുന്ന അനുഗ്രഹത്തിന്റെ ദിനരാത്രങ്ങൾ ആരംഭിക്കുകയാണ്. എന്തുമാത്രം നല്ല ഓർമ്മകളാണല്ലേ. സ്കൂളിൽ വിട്ട് വരുമ്പോ വീട്ടിലുണ്ടാക്കുന്ന പുൽക്കൂട്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വടിയും ഓലയൊക്കെ ഉണ്ടാക്കി മനോഹരമായി 24-ാം തീയതി ആകുമ്പോഴേക്കും നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കി വെക്കും. പള്ളിയിലൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മൾ പുൽക്കൂട് ഒരുക്കാൻ വേണ്ടി വൈകിട്ടൊക്കെ പോകും. ഈ 25 നോമ്പ് ഒരുങ്ങി വരുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകും. നമ്മൾ കുമ്പസാരിക്കും. ഇരുന്ന് സുഹൃതങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. കുട്ടികളുള്ള നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ സുഹൃതങ്ങൾ ഒരുപാട് ചൊല്ലും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക. ഇറച്ചിയും മീനും മുട്ടയും മാത്രമല്ല, എൻ്റെ ഉണ്ണീശോയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, കടയിലേക്ക് പോകുമ്പോൾ ബേക്കറിയിലും കടകളിലൊക്കെ ഇങ്ങനെ മധുര പലഹാരങ്ങളും മിഠായികളൊക്കെ ഇരിക്കുന്നതാണ്. പക്ഷേ അവിടെ പറയും, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ നോമ്പെടുത്ത് സുഹൃതങ്ങൾ ചൊല്ലി പുണ്യപ്രവർത്തികൾ ചൊല്ലി 24 ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഇടവക ദേവാലയത്തിൻ്റെ മുമ്പിലുള്ള പുൽക്കൂട്ടിലും എൻ്റെ വീടിൻ്റെ മുമ്പിലും ഒരുക്കുന്ന പുൽക്കൂടിനോടൊപ്പം ഒരു മനോഹരമായൊരു പുൽക്കൂട് എൻ്റെ ഹൃദയത്തിൽ ഒരുക്കാൻ വേണ്ടി എൻ്റെ ഈശോ ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഈശോ എൻ്റെ ഹൃദയത്തിൽ പിറക്കുമ്പോഴല്ലേ ഒരു ക്രിസ്മസ് രാവ് നമുക്കുണ്ടാകുക. ആട്ടിടയന്മാരും പൂജ്യരാജാക്കന്മാരും മാലാഖമാരൊക്കെ ഇന്നു മുതൽ എൻ്റെ കൂടെ എന്നും യാത്ര ചെയ്യട്ടെ. എൻ്റെ ഉള്ളിലേക്കുള്ള പുൽക്കൂട്ടിലേക്ക് അവർ വന്ന് ചേർന്ന് നിൽക്കട്ടെ. നമുക്കൊരുങ്ങാം ഈ അനുഗ്രഹത്തിൻ്റെ ദിനരാത്രങ്ങൾ, അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു നല്ല ക്രിസ്മസ് രാവിലേക്ക് ദൈവം ഉണ്ണീശോയിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അനുഗ്രഹത്തിൻ്റെ പിറവിക്കായി നമുക്കൊരുങ്ങാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.